ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ എത്തിക് എന്ന് പറയുന്ന പോർഷനാണ്. ഈ ഒരു ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് കുറേ ന്യൂസ് റിപ്പോർട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂസ് റിപ്പോർട്ട്സ് എല്ലാം ഒന്ന് അനലൈസ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ആദ്യത്തെ തന്നെ കൊടുത്തിരിക്കുന്നത് ബ്രേക്കിംഗ് ന്യൂസ് ലൈവ്. സൈബർ സെൽ അറസ്റ്റഡ് 50 പീപ്പിൾ ഫോർ സ്പ്രെഡിങ് ഫേക്ക് ന്യൂസ്. തെറ്റായ വാർത്തകൾ, അതായത് ഇല്ലാത്ത വാർത്തകൾ സെൻഡ് ചെയ്തതിന് സൈബർ സെല്ല് 50 പേരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള കാര്യം, അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റും ഫേക്ക് ബോംബ് 3 ടോൺ പ്ലെയിൻ പാസഞ്ചേഴ്സ് ഇൻ ട്രബിൾ. യാത്രക്കാർ അപകടത്തിലാണ്. ഫേക്ക് ബോംബിൻ്റെ കേസ്. അത് ലീഗൽ ആക്ഷൻ വിൽ ബി ടേക്കൺ അഗെയിൻസ്റ്റ് ദോസ് ഹു ഡിഫെയിം അതേഴ്സ് ബൈ ഗിവിംഗ് ഫോൾസ് ന്യൂസ്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിക്കുന്നവർക്കെതിരെ ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള കേസ് എടുക്കുന്നുള്ള കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ കേസ് ഹാസ് ബീൻ ഫയൽഡ് അഗെയിൻസ്റ്റ് ദ മീഡിയ ഫോർ ഗിവിംഗ് ഫേക്ക് ന്യൂസ്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് മാധ്യമത്തിന് എതിരെ ഒരു കേസ് കൊടുത്തിട്ടുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. News related to some false informations that comes in the digital media is given here. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെ പറ്റിയിട്ട് ഉള്ള കുറച്ച് ഇൻഫർമേഷൻസാണ് നമുക്ക് ഈ ഒരു കാര്യം കൊടുത്തിട്ടുള്ളത്. ഇറസ്പോൺസിബിൾ യൂസ് ഓഫ് ഡിജിറ്റൽ മീഡിയ ക്രിയേറ്റ്സ് കണ്ടീഷൻസ് ഫോർ ഫ്രോഡ്, ഡിഫാമേഷൻ, ക്രൈംസ് ആൻഡ് ഡേഞ്ചേഴ്സ്. അതായത് നമ്മുടെ ഡിജിറ്റൽ മീഡിയയുടെ ആവശ്യമില്ലാത്ത ഉപയോഗങ്ങൾ എന്തിന് കാര്യമാകുന്നു? ഫ്രോഡുകൾക്കും ഡിമാഷൻസ്, ക്രൈംസ്, ഡേഞ്ചേഴ്സ് ഇതിലേക്കൊക്കെ നമ്മളെ എത്തിക്കാനായിട്ട് കാരണമാകുന്നു. RNU യൂസിങ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. നിങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നുണ്ടോ? വാട്ട് ആർ ദ തിങ്സ് ടു ബി അവെയർ ഓഫ് വൈ യൂസിങ് ദം. ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഡിജിറ്റൽ എത്തിക് refers to the proper and respectful behavior that individuals are expected to follow while interacting in digital spaces. ഇതുപോലത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ ഒരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആ ഒരു റെസ്പെക്റ്റ്ഫുൾ ബിഹേവിയറിനെ പറ്റിയുള്ള കാര്യമാണ് നമ്മൾ ഡിജിറ്റൽ എത്തിക് എന്നത് കൊണ്ടിട്ട് മനസ്സിലാക്കുന്നത്. ഡിജിറ്റൽ എത്തിക് ഇൻക്ലൂഡ്സ് ഗൈഡ് ലൈൻസ് ഫോർ കമ്മ്യൂണിക്കേഷൻസ്. വാട്ട് ആർ ദേ? ഏതൊക്കെയായിരിക്കും അത്? ക്യാൻ യു ആഡ് മോർ സജഷൻസ്? നിങ്ങൾക്ക് കുറച്ചുകൂടെ സജഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുള്ള നമുക്ക് നോക്കാം. റെസ്പെക്റ്റ് അതേഴ്സ് പ്രൈവസി. മറ്റുള്ളവരുടെ പ്രൈവസിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അവോയ്ഡ് അബ്യൂസീവ് ലാംഗ്വേജ്. നമ്മുടെ ഭാഷ നമ്മൾ ശ്രദ്ധിക്കുക. ബി കെയർഫുൾ ഓഫ് ദ മെസ്സേജ് ഇൻ ഡിജിറ്റൽ സ്പേസസ്. ഡിജിറ്റൽ സ്പേസസിൽ അയക്കുന്നതോ അല്ലെങ്കിൽ വരുന്നതോ ആയിട്ടുള്ള മെസ്സേജസിനെ പറ്റിയിട്ട് കെയർഫുൾ ആയിരിക്കാം. ബി കെയർഫുൾ വെൻ ഷെയറിങ് പോസ്റ്റ്. ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്ന സമയത്ത് ചിന്തിച്ചിട്ട് വേണം ഷെയർ ചെയ്യാനായിട്ട്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഡിജിറ്റൽ എത്തിക് പ്രൊമോട്ട്സ് പോസിറ്റീവ് ആൻഡ് എഫക്റ്റീവ് ഓൺലൈൻ ഇൻട്രാക്ഷൻസ്. ദീസ് ഷുഡ് ബി അക്സെപ്റ്റഡ് ആസ് സോഷ്യൽ നോംസ്. നമ്മുടെ സമൂഹത്തിലെ നിയമങ്ങളായിട്ട് തന്നെ ഇത് മാറുന്നുണ്ട്. കുറച്ച് ബെനിഫിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റെസ്പെക്റ്റ്ഫുൾ കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബഹുമാനത്തോടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. പ്രൊവൈഡ്സ് ക്ലാരിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷനിൽ ക്ലാരിറ്റിയും അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുവാണെങ്കിൽ അത് നല്ല രീതിക്ക് പോകും. ഫോമിങ് പോസിറ്റീവ് ഓൺലൈൻ കമ്മ്യൂണിറ്റീസ്. നല്ല പോസിറ്റീവായിട്ടുള്ള ഓൺലൈൻ കമ്മ്യൂണിറ്റീസിൻ്റെ രൂപീകരണം അത് നമ്മളെ ഒരുപാട് സഹായിക്കും. സൈബർ ക്രൈംസ് ഡിക്രീസസ്. ഇതിലൂടെയൊക്കെ സൈബർ ക്രൈം എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിജിറ്റൽ എത്തിക്ക് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ സൈബർ ക്രൈംസ് ഒക്കെ കുറയുന്നുണ്ട്. ലീഡിങ് സൊസൈറ്റി ടുവേർഡ്സ് സേഫർ ഡിജിറ്റൽ സ്പേസസ്. നമ്മുടെ സമൂഹത്തെ സേഫ് ആയിട്ടുള്ള ഡിജിറ്റൽ സ്പേസ്, ആർക്കും വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിജിറ്റൽ സ്പേസസിലേക്ക് എത്തിക്കുന്നു. സപ്പോർട്ട്സ് ഡിജിറ്റൽ ലിറ്ററസി. ഡിജിറ്റൽ ലിറ്ററസി ഉറപ്പുവരുത്തുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരേ ഒരു പോയിന്റ് കൂടെ ഉള്ള ഈ ഒരു ചാപ്റ്ററിൽ മീഡിയ ലിറ്ററസിയും ഡിജിറ്റൽ ലിറ്ററസിയും, മാധ്യമ ലിറ്ററസിയും അതുപോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള ലിറ്ററസിയും. ആദ്യത്തെ എന്താണ്? മീഡിയ ലിറ്ററസി ഈസ് ദ എബിലിറ്റി ടു ആക്സസ്, അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് മെസ്സേജസ് റിസീവ്ഡ് ത്രൂ വേരിയസ് ഫോംസ് ഓഫ് മീഡിയ. പലതരത്തിലുള്ള മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിട്ടും നമ്മൾ നിർമ്മിക്കുന്നതായിട്ടും മനസ്സിലാക്കുന്നതും
ഒക്കെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റീവ് മെസ്സേജസിനെയാണ് നമ്മൾ ആ ഒരു മനസ്സിലാക്കുന്ന ആ ഒരു കഴിവിനെയാണ് നമ്മൾ മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിങ് ഹൗ മീഡിയ കോണ്ടന്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, how it shapes our perceptions and helps critically interpret messages. അതെന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. മനസ്സിലാക്കാൻ? ഹൗ മീഡിയ കോണ്ടന്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, എങ്ങനെയാണ് മീഡിയയുടെ കോണ്ടന്റ് പ്രൊഡ്യൂസ് ആവുന്നത്. ഹൗ ഇറ്റ് ഷേപ്സ് അവർ പെർസെപ്ഷൻസ് ആൻഡ് ഹെൽപ്സ് ക്രിട്ടിക്കലി ഇൻ്റർപ്രറ്റ് മെസ്സേജസ്. ഇനി അടുത്തത് ഇവിടെ ഡിജിറ്റൽ ലിറ്ററസിയാണ് കൊടുത്തിരിക്കുന്നത്. ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ഇൻഫർമേഷൻസ്, ഡിജിറ്റൽ സ്പേസസിലെ ടൂളുകൾ എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാം, ടെക്നോളജി എങ്ങനെ നല്ല രീതിക്ക് ഉപയോഗിക്കാം, ഡിജിറ്റൽ എത്തിക്ക് കൊണ്ടിട്ടുള്ള പ്രയോജനങ്ങൾ, ഇതെല്ലാമാണ് ഡിജിറ്റൽ ലിറ്ററസിക്കകത്ത് വരുന്നത്. ഇത് കമ്പ്യൂട്ടർ സ്കിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ എങ്ങനെയാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ള നല്ല ധാരണ വേണം. അതുപോലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൻ്റെ കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഓൺലൈൻ കോണ്ടൻറ്റ്, അതുപോലെ സൈബർ അവെയർനെസ്. എപ്പോഴും നമ്മൾ സൈബർ അവെയർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ഒരു എൻഡിങ് പോർഷൻ കൊടുത്തിട്ടുണ്ട്, കൺക്ലൂഷനാണ്. ഈ ചാപ്റ്ററിൻ്റെ കൺക്ലൂഷനാണ്. വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് നോട്ട്സായിട്ട് എഴുതാവുന്നതാണ്. ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് തരാം, അത് എഴുതിയാലും മതി. The influence of media can be seen in our communication, access to information and the way we understand the world. ഈ ഒരു മീഡിയ നമ്മളെ എന്തിലൊക്കെ സഹായിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്തു പോകാം. The influence of media can be seen in our communication, access to information and the way we understand the world. അത്രയും കാര്യം വേണം. മീഡിയ ആർ എ ക്രൂഷ്യൽ എലമെൻറ്റ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. ഒരു വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്ന ഒരു കാര്യമാണ് മാധ്യമം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. The influence of media can be seen in the formation of public opinion, forming of social behavior, അതുപോലെ തന്നെ formation of social norms. With the advancement in technology, especially in the advent of artificial intelligence, the growth of media has been increased and they have become a reflection of social change. നമ്മുടെ സമൂഹത്തിനുണ്ടായ മാറ്റത്തെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ക്യാൻ ബി സീൻ ഇൻ അവർ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ അറിയാം. അതുപോലെ ഒരു അറിവിനെ നേടുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒക്കെ മീഡിയ നമ്മളെ സഹായിക്കുന്നുണ്ട്. മീഡിയ ഒരു ഇൻഡിവിജ്വലും സൊസൈറ്റിയും തമ്മിലുള്ള ഇൻട്രാക്ഷനിലും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ the influence of media can be seen in the formation of public opinion, formation of social behavior, അതുപോലെ formation of social norms. പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കാൻ, സോഷ്യൽ ബിഹേവിയർ ഉണ്ടാക്കാൻ, സോഷ്യൽ നോംസ് ഉണ്ടാക്കാൻ ഇതിനൊക്കെ സഹായിക്കുന്നത് മീഡിയ ആണ്. ടെക്നോളജിയുടെ ഇതുപോലത്തെ അഡ്വാൻസ്മെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ AI പോലത്തെ കാര്യങ്ങളൊക്കെ വന്നു. അത് നമ്മുടെ ഇതുപോലത്തെ സോഷ്യൽ ചാൻസുകളെ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ, സീ യു. ഗായ്സ്, ഇത് മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫൈനൽ പാർട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്ററാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിസിക്സിൻ്റെ സെക്കൻഡ് പാർട്ട് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പരമാവധി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടുക. ബൈ, സീ യു. I appreciate you watching. Please consider subscribing to my channel for more content.